നമസ്കാരം പ്രേക്ഷകരെ. ഇത് കുറേ പൊട്ട കവിതകളും കുറേ കാര്യമില്ലാത്ത കാര്യങ്ങളുമായി ഇങ്ങനെ 10-22 വീഡിയോ ഇട്ടു. ഇനി നമുക്ക് ലക്ഷ്യം ഒന്ന് മാറിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഒരു പ്രത്യേക ലക്ഷ്യം എൻ്റെ മനസ്സിനകത്ത് ഉണ്ട്. അതല്പം കൂടെ കഴിയട്ടെ എന്ന് കരുതുകയാണ്. ഇന്ന് സിനിമാ മേഖലയിൽ സിനിമയിലെ അന്തർനാടകങ്ങൾ, നമ്മുടെ മലയാള സിനിമയിൽ ഒരു 50 വർഷം മുൻപ് ഇറങ്ങിയ അനേകം ചിത്രങ്ങളിൽ അന്തർനാടകങ്ങൾ ഉണ്ടായിരുന്നു. അന്തർനാടകങ്ങളെന്ന് പറഞ്ഞാൽ കഥയ്ക്കുള്ളിൽ മറ്റൊരു കഥ, അല്ലെങ്കിൽ സിനിമയ്ക്കുള്ളിൽ മറ്റൊരു സിനിമ, നാടകത്തിനുള്ളിൽ മറ്റൊരു നാടകം. സിനിമയുടെ ഇതിവൃത്തവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പുരാണ കഥാസന്ദർഭങ്ങളെ കോർത്തിണക്കിയുള്ളതാണ് നമ്മുടെ സിനിമയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അനേകം ചില ഭാഗങ്ങളുണ്ട്, ഓർമ്മയിലുണ്ട്. ഓർമ്മകളാണല്ലോ നമ്മുടെ സമ്പത്ത്. ഓർമ്മകളും വായിച്ച പുസ്തകങ്ങളും കഴിഞ്ഞുപോയ അനുഭവങ്ങളും ഒക്കെയാണ് എനിക്കാകെയുള്ള ഒരു സമ്പത്ത്. അപ്പോൾ അങ്ങനെ 50 വർഷം മുൻപ് കണ്ട ഒരു സിനിമയിലെ ഒരു അന്തർനാടകത്തെക്കുറിച്ച് പറയാം. ഇത് 60 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് നല്ല ഓർമ്മകൾ കാണും. ധാരാളം സിനിമകളിൽ ഇങ്ങനെയുള്ള അന്തർനാടകങ്ങളുണ്ട്. ഇത് അജ്ഞാതവാസം എന്നാണ് സിനിമയുടെ പേര്. പ്രേം നസീർ, വിജയശ്രീ, അടൂർ ബാസി, ശ്രീകുമാർ നമ്പിസാറിൻ്റെ വരികൾ, അർജുനൻ മാഷിൻ്റെ സംഗീതം. ഉദയ സൗഭാഗ്യതാരകയോ എന്നുഷയോ മോഹം തിന്നുഷസോ നീ. ഈ പാട്ട്, അതായത് ഒരു ബാല്യ മോഡലിൽ അർജുനൻ മാഷ് ചെയ്ത കാമ്പോജ് രാഗത്തിലുള്ള ഗംഭീരമായൊരു പാട്ട്. ഈ പാട്ടിൻ്റെ സീൻ ഓർമ്മയുള്ളവർ കാണും. ഉദയ സൗഭാഗ്യ താരകയോ എന്നുഷയോ മോഹത്തിൻ ഉഷസോ നീ. അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പൗത്രനായ അനിരുദ്ധനെ ബാണാസുരൻ്റെ മകൾ ഉഷ സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ കണ്ട അനിരുദ്ധനെക്കുറിച്ച് ഉഷ തൻ്റെ തോഴിയായ ചിത്രലേഖയോട് പറയുന്നു. ഇതാണ് ആ കഥാസന്ദർഭം. ചിത്രലേഖ സാധാരണ തോഴിയല്ല, വളരെ ഒരു മായാമന്ത്രവാദിനി എന്നൊക്കെ പറയാം. അത്രമാത്രം സമർത്ഥ്യായ ഒരു തോഴിയാണ്. അങ്ങനെ തൻ്റെ രാജകുമാരിയായ ഉഷയുടെ ഈ സ്വപ്നത്തിൻ്റെ രഹസ്യം അറിഞ്ഞ് ചിത്രലേഖ രാത്രിയിൽ ദ്വാരകയിൽ ചെന്ന് അനിരുദ്ധൻ്റെ ഉറങ്ങുന്ന കട്ടിലോടുകൂടി എടുത്ത് ആകാശമാർഗെ ബാണാസുരൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. എന്നിട്ട് ഉഷയുടെ അന്തഃപുരത്തിൽ കൊണ്ട് ഇറക്കി. അങ്ങനെ ഉഷയും അനിരുദ്ധനുമായിട്ട് കാണുന്നു. സർവാംഗ സുന്ദരനായ അനിരുദ്ധനെ കണ്ട് എല്ലാം മറന്നുപോയി ഉഷ. അതുപോലെ തന്നെ ഉഷയുടെ അഭൗമ സൗന്ദര്യം കണ്ട് അനിരുദ്ധനും അതേപോലെയായി. ഈ ബന്ധം വൈകാതെ തന്നെ ബാണാസുരൻ അറിയുന്നു. ബാണാസുരൻ്റെ വേഷം കെട്ടുന്ന അടൂർ ബാസിയാണ്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഈ ബാണാസുരൻ്റെ വേഷവും നസീറും വിജയശ്രീയൊക്കെ ആ പൗരാണിക സങ്കല്പത്തിന് അനുയോജ്യമായ വേഷത്തിലൂടെ നിൽക്കുന്നുണ്ട്. അടൂർ ബാസി വലിയ മീശയൊക്കെ വെച്ച് ഗരയൊക്കെ തോളിൽ വെച്ച് ആരിക വന്നതടോ പടുനിശൈലൻ പ്രാണസുതൻ അറയിൽ മർക്കട മൂഢ വിടാശങ്കിട കക്കുവൻ പതനം കുക്ഷി പിളർന്നു ഞാൻ ഭക്ഷണമാക്കിടും ഇക്ഷണം നിൻ രുതിരം. അല്ലറി പാഞ്ഞുകൊണ്ടൊരു വരവുണ്ട് അടൂർ ബാസിയുടെ. എത്ര ഗംഭീരമായിരിക്കുന്നു ആ രംഗം. ഇപ്പോഴും മനസ്സിനെ അങ്ങനെ പച്ച പിടിച്ച് നിൽക്കുക. ഈ പാട്ടിൻ്റെ അർത്ഥം ആരിഹ വന്നതെടാ പടു നിശൈലൻ. ആരടാ പടുനിശ അർദ്ധരാത്രിയിൽ എൻ്റെ പ്രാണനായ മകളുടെ അന്തഃപുരത്തിൽ കയറിയത്, അവൻ്റെ നെഞ്ചു പിളർന്ന് ഞാൻ ചോര കുടിക്കും എന്നാണ് ഇതിൻ്റെ ആശയം. അത്രയും അതിഗംഭീരമായ ഒരു ബാല്യ മോഡൽ വരികളിൽ അലറിപ്പാഞ്ഞുകൊണ്ടുള്ള ആ ജയചന്ദ്രൻ്റെ പാട്ടും വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇപ്പോഴും അത് മനസ്സിൻ്റെ ഉള്ളിൽ മലയാള സിനിമയിലെ അനേകം അന്തർനാടകങ്ങൾ മനസ്സിനകത്തുണ്ട്. ഇത് അങ്ങനെ തന്നെ നിൽക്കണം. നൂറ്റാണ്ടായിട്ടും. ഇതിൽ തന്നെ മറ്റൊരു പാട്ടുണ്ട്. കാവേരിപ്പൂമ്പട്ടണത്തിൽ വാണരുളും കാമദേവ കന്യക ഞാൻ നിന്നെ മോഹിച്ചു എൻ കണ്ണകി മനസ്സാ നിന്നെ വരിച്ചു മിനുക്കും മിഴികളിലും തേനൂറും ചൊടികളിലും. ഇതിന് ജയചന്ദ്രൻ പാടിയ പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ ഓർമ്മകൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവർക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് കരുതുന്ന ഇങ്ങനെയുള്ള അന്തർനാടകങ്ങൾ ഇനി വളരെയേറെ സിനിമകളിൽ ഇങ്ങനെയുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.